ഹരേ കൃഷ്ണ. സീത അന്വേഷണത്തിൻ്റെ കഥാഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ക്ഷീണം മാറിയപ്പോൾ ഹനുമാൻ ആ താപസിയെപ്പോലെ കാണപ്പെട്ട യുവതിയെ സമീപിച്ച് ഭക്തിപൂർവം തൊഴുതുകൊണ്ട് പറഞ്ഞു, മാതാവേ, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറിയിരിക്കുന്നു. ഈ ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കേട്ട് ആ സുന്ദരി ചോദിച്ചു, ഹേ വാനരന്മാരെ, നിങ്ങൾ ആരാണ്? ഈ ഘോരമായ വനത്തിൽ എന്തിനു വന്നു? ആരാലും കടക്കാൻ സാധ്യമല്ലാത്ത ഈ ഗുഹയിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നുകൂടിയത്? എല്ലാം വിശദമായി പറയുക. മാതാവേ, ഞാൻ ഹനുമാനാണ്. ഇവർ എൻ്റെ സഹായത്തിനായി വന്നവർ. ഉത്തര കോസലത്തിലെ അയോധ്യ എന്ന രാജ്യം ഭരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനായ ശ്രീരാമൻ, ഭാര്യ സീത, അനുജൻ ലക്ഷ്മണൻ എന്നിവരോടൊപ്പം പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് ദുഷ്ടരാക്ഷസനായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. സീതാദേവി അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ സഞ്ചരിക്കുമ്പോൾ കിഷ്കിന്ധ രാജ്യത്തിലെത്തിച്ചേർന്നു. അവിടെ വെച്ച് വാനര കുലജാതനായ സുഗ്രീവനുമൊത്ത് സഖ്യം ചെയ്തു. അതിലെ വ്യവസ്ഥ അനുസരിച്ച് ശ്രീരാമൻ ബാലിയെ കൊന്നു സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി വാഴിച്ചു. അതിനു പകരമായി സീതാദേവി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് സുഗ്രീവൻ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിയോഗത്താൽ സീത അന്വേഷണത്തിനായിട്ടാണ് വന്നത്. രാമചന്ദ്രസ്വാമിയാണ് ഈ അഭയകേന്ദ്രം ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നത്. ദയവായി ഇനിയെങ്കിലും ദേവി ആരാണെന്ന് പറയുക. വാനരശ്രേഷ്ഠ, ഇനി ഞാൻ ആരാണെന്ന് പറയാൻ കേട്ടോളൂ. ഞാൻ സ്വയംപ്രഭ എന്നു പേരുള്ള ഒരു ദേവനർത്തകിയാണ്. ദേവി, ഭവതി എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? അതോ വളരെ രസകരമാണ്. ഒരിക്കൽ മയൻ എന്നൊരസുരൻ വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമ എന്ന ദേവനർത്തകിയെ തട്ടിക്കൊണ്ടുപോയി. അവളെ സഹായിക്കുന്നതിന് ഹേമയോടൊപ്പം ഞാനും രഹസ്യമായി ഇങ്ങോട്ട് പോന്നു. കാലം കഴിഞ്ഞപ്പോൾ മയൻ നിർമ്മിച്ചതാണ് ഈ കാഞ്ചനപുരം. മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഹേമ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹേമയെ കാണാതായപ്പോൾ ദേവേന്ദ്രൻ അന്വേഷിച്ചു. ഒടുവിൽ മയൻ അപഹരിച്ചു കൊണ്ടുപോയ വിവരമറിഞ്ഞു ക്ഷുഭിതനായ ദേവേന്ദ്രൻ മയനെ കൊല്ലുവാൻ ഒരുമ്പെട്ടു. പരിഭ്രാന്തനായ മയൻ മകളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഹേമയെ സഹായിച്ചത് ഞാനാണെന്നറിഞ്ഞ അസുരപതി എന്നെയും ശപിച്ചു. ശാപഫലത്താൽ ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ